ദിഞ്ജിത്ത് അയ്യപ്പൻ ഡയറക്റ്റ് ചെയ്ത കിഷ്കിന്ധാകാന്ഡം. കിഷ്കിന്ധാകാന്ഡത്തിന് ഇനിയൊരു റിവ്യൂവിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയേറെ റിവ്യൂകൾ ഈ സിനിമയെക്കുറിച്ച് വന്നു കഴിഞ്ഞു. ഓണം റിലീസസിൽ ഇത്രയേറെ പബ്ലിക് അറ്റൻഷനും സോഷ്യൽ മീഡിയ റിവ്യൂസൊക്കെ കിട്ടിയ വേറൊരു ഫിലിമുമില്ല. ഇപ്പോൾ തിയേറ്ററിലും അത്യാവശ്യം നല്ല കളക്ഷൻ കൊടുത്താണ് കിഷ്കിന്ധാകാന്ഡം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ സിനിമ സത്യത്തിൽ ഇനി റിവ്യൂ ചെയ്യണോ അതോ ഒരു ഇൻഫോർമൽ ടോക്ക് ആക്കണോ എന്നുള്ളൊരു ഡൗട്ടിലാണ് ഇവിടെ ഇരിക്കുന്നത്. കാരണം ഒരു പോയിന്റ് ടു പോയിന്റ് റിവ്യൂ ഇനി ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും സിനിമ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. എനിക്ക് സിനിമയുടെ റിവ്യൂസിലെല്ലാം കാണുന്ന ഈ സിനിമ വളരെ പ്രൊജക്റ്റഡ് ആയിട്ടാണ് റിവ്യൂസിൽ കാണുന്നത്. കുറച്ച് സിനിമയുടെ ഒരു ജോൺറ പറയുന്നത് മിസ്റ്ററി ത്രില്ലറാണ്. അപ്പോൾ സിനിമയിൽ മിസ്റ്ററി തീർച്ചയായിട്ടും ഉണ്ട്, പക്ഷേ ത്രില്ലർ എന്നുള്ള വാക്ക് എനിക്ക് അത്ര കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഫാമിലി സസ്പെൻസ് ഒരു ഡ്രാമ അങ്ങനെയല്ല ഈ സിനിമ കൂടുതലായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നത്. ഒരു ഫാമിലി സസ്പെൻസ് മിസ്റ്റീരിയസ് ഡ്രാമ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നിൽക്കുന്നൊരു പടമല്ലേ എന്നൊക്കെയാണ് എനിക്ക് സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തോന്നിയത്. എന്തായാലും സിനിമയുടെ സ്ക്രിപ്റ്റിനെ കുറിച്ചിട്ട് കുറേ സംഭവങ്ങൾ വായിക്കുകയുണ്ടായി. അതിലും ഒരു ഭയങ്കര മാജിക്കൽ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റിൽ മേ ബി സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടുള്ള ബാഹുൽ രമേശ് പോലും കാണാത്ത ഒരുപാട് ആസ്പെക്ട്സ് ആളുകളിങ്ങനെ വളരെ ഹൈപ്പിൽ ഇങ്ങനെ എഴുതിയിട്ട് കണ്ടു. പക്ഷെ അത്രയേറെ മാജിക്കലായ സ്ക്രിപ്റ്റാണോ ഇത്? ഈ സ്ക്രിപ്റ്റ് കുറച്ചുകൂടി ഫ്ലാറ്റായിട്ടല്ലേ ഇരിക്കുന്നത് എന്നൊക്കെയുള്ളൊരു ഡൗട്ടൊക്കെയാണ് എനിക്ക് വന്നത് സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ, എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ. എന്തായാലും സിനിമ നമുക്ക് എൻ്റെ ലെൻസിലൂടെ ഒന്ന് സിനിമ പറയാൻ ശ്രമിക്കാം. ആദ്യം നമുക്ക് സിനിമയ്ക്ക് ഫേവറബിളായിട്ട് വർക്ക് ചെയ്ത കുറച്ച് എലിമെൻറ്റ്സ് നോക്കാം. ക്യൂരിയസ് കേസ് ഓഫ് അപ്പുപിള്ളൈ എന്ന് പറഞ്ഞ പേര് മാറ്റി കിഷ്കിന്ധാകാന്ഡം എന്ന പേര് പ്ലേസ് ചെയ്ത് തന്നെ സിനിമയുടെ മേക്കേഴ്സ് ചെയ്തൊരു വൈസ് ഡിസിഷനാണ്. അത് കഴിഞ്ഞ് സിനിമയിൽ സംഭവിക്കുന്നൊരു റെയർ കോംബോ, അതായത് സിനിമയുടെ കഥയും അതിൻ്റെ കഥാപാത്രങ്ങളും അതുപോലെ അവരുടെ എല്ലാ ഇമോഷണൽ ഫേസസും അല്ലെങ്കിൽ അവരിപ്പോൾ കടന്നു പോകുന്ന എല്ലാ ഇന്നർ കോൺഫ്ലിക്ട്സും അറിയാവുന്ന സ്ക്രിപ്റ്റ് റൈറ്റർ തന്നെ സിനിമ അതിൻ്റെ ഫ്രെയിംസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നു. ഒരു സിനിമയ്ക്ക് ഇതിലും വലിയൊരു ഭാഗ്യമൊന്നും കിട്ടാനില്ല. അത് സിനിമയിൽ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു എലിമെൻ്റാണ്. ഞാൻ ഈ സിനിമയിൽ ഒരുപാട് വൈറ്റ് ഷോട്ട്സ് ഉണ്ട്. സിനിമയുടെ ഓവറുള്ളൊരു സസ്പെൻസ് മൂഡൊക്കെ ഓഡിയൻസിലേക്ക് എത്തിക്കുന്നതിൽ ഈ ഷോട്ടുകൾക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു റോളുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതെ, മ്യൂസിക് ചെയ്തിട്ടുള്ള മുജീബ് മജീദിൻ്റെ ഒരു ആംബിയൻറ്റിൻ്റെ ഒരു മ്യൂസിക് സ്റ്റൈൽ, ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് ഹാഫിലൊരു സ്ലോ ബേണർ എന്ന് പറഞ്ഞ് ശരിക്കും അങ്ങനത്തെ ഒരു മോഡിൽ പോകുന്നൊരു സിനിമേനെ അത്രയ്ക്കും ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകാതെ ഓഡിയൻസിനെ റീറ്റെയിൻ ചെയ്യാനായിട്ട് ഇത്തരം സംഭവങ്ങൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്ത പോലെ തോന്നി. ഇപ്പം ഞാനൊരു 1-2 ഷോട്ടുകൾ പറയാം. ഇപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഷോട്ടുകളാണ് സിനിമയിൽ. ഒരുപാട് ഷോട്ടുകൾ നല്ലതുണ്ട് കേട്ടോ. ഞാൻ ഈ സിനിമയുടെ ഒരു മൂഡിലേക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ കൊണ്ടുപോകുന്ന, അതായത് സിനിമ ആദ്യമേ തന്നെ ഒന്നും കാണിക്കാതെ, ഇപ്പോൾ ഒരു ആദ്യമേ തന്നെ അജയൻ്റെ, അതായത് ഇതിലെ സെൻട്രൽ ക്യാരക്ടറായിട്ടുള്ള അപ്പുപിള്ളയുടെ മകനായ അജയൻ്റെ ഒരു രജിസ്റ്റർ മാരേജിലൂടെയാണ് സിനിമ തുടങ്ങുന്നത്. അപ്പം തന്നെ സിനിമയുടെ തീമിലേക്ക് ഓഡിയൻസിനെ പെട്ടെന്ന് തന്നെ എത്തിക്കുന്നുണ്ട്. അല്ലാതെ അതിനൊരു പ്രീ സംഭവങ്ങളൊന്നും കാണിക്കുന്നില്ല. ഇതൊരു നല്ല ടെക്നിക്കാണ്. അത് കഴിഞ്ഞ് കാരണം സിനിമയുടെ ഡ്യൂറേഷൻ വളരെ കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ പ്രൈമറിലി തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുമ്പോൾ സിനിമയുടെ മോഡിലേക്ക് ഓഡിയൻസ് പെട്ടെന്ന് കയറും. അതൊരു നറേറ്റീവ് ടെക്നിക്കാണ്. അതുകൂടാണ്ട് ഒരു ഷോട്ട് സിനിമയിലുണ്ട്, ഭയങ്കര രസമുള്ളൊരു ഷോട്ടാണ്. അതായത് അപ്പോൾ അപർണ ഇങ്ങനെ വരുമ്പോൾ അപർണ ഒരു ടീ കപ്പൊക്കെ പിടിച്ച് ഏർലി മോർണിംഗ്, ദിസ് സെക്കൻഡ് ഡേ ഓഫ് ഹെർ മാരേജ്, ഇങ്ങനെ ഒരു ടീ കപ്പൊക്കെ പിടിച്ച് പുറത്ത്, അതായത് ഈ സിനിമയിൽ ഈ 3 ക്യാരക്ടേഴ്സിനെ കൂടാതെ വേറെ 2 വലിയ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് ഈ ഒരു കാടിൻ്റെ ഒരു കോർണറിൽ, അതായത് കുറച്ച് മിസ്റ്ററി ഒക്കെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു കാടിൻ്റെ ചെറിയൊരു കാടാണ്. കാടിൻ്റെ കോർണറിൽ നിൽക്കുന്ന അതിലും മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു വീട്. അപ്പോൾ ആ വീടിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് വന്നിട്ട് പുറമെ ഈ നേച്ചറൊക്കെ ഒന്ന് നോക്കി പ്രെമിസസൊക്കെ ഒന്ന് എൻജോയ് ചെയ്യുന്നൊരു ഷോട്ടിൽ
ഇവർ തമ്മിൽ ഒരു കോൺവെർസേഷൻ ഉണ്ട്. ആ ഒരു ഷോട്ട് എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ മൊത്തം സസ്പെൻസ് മോഡിലേക്കുള്ള ഒരു ഓപ്പൺ വിൻഡോ പോലെയാണ് ആ ഷോട്ട് വർക്ക് ചെയ്തത്. എനിക്ക് വേറൊരു ഒരു ഭയങ്കര ഇഷ്ടത്തിൽ എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് നിൽക്കുന്ന വേറൊരു ഷോട്ടാണ്. ഇതൊക്കെ ഒരു ബാഹുൽ രമേശ് ടെക്നിക്കായിട്ടാണ് ഞാൻ കാണുന്നത്. വിജയരാഘവൻ ചെയ്യുന്ന ക്യാരക്ടറാണ്. അപ്പോൾ അപ്പുപിള്ള ഇങ്ങനെ കിച്ചണിൽ പോയിട്ട് ചായ ഉണ്ടാക്കുന്ന ഒരു ഷോട്ടുണ്ട്. ആ ഷോട്ടിൽ ആള് ഇപ്പോൾ സംസാരിക്കുക, ആൾ കൃത്യമായിട്ട് പറയുകയാണ്, എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയി, എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഐ ക്യാൻ മാനേജ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ചായ ഇങ്ങനെ വെച്ചിട്ട് ആൾ കൂളായിട്ട് അങ്ങ് പുറത്തേക്ക് പോവാണ്. അപ്പോൾ ആ ആ ആ ഒരു ഷോട്ടിൽ ആ ഒരു ക്യാരക്ടറിൻ്റെ കംപ്ലീറ്റ് സംഭവം എസെൻസ്, എങ്ങനെയാണ് അയാൾ ഈ അസുഖത്തെ കാണുന്നത്, എങ്ങനെയാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ള രീതിയിൽ അതിനെ പേഴ്സണൽ ലൈഫിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് ലേഡായിട്ടുള്ളൊരു ഷോട്ടാണത്. ഇനി കിഷ്കിന്ധാകാന്ഡത്തിൽ ഏറ്റവും അധികം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ക്യാരക്ടർ നമ്മുടെ അപ്പുപിള്ള. വിജയരാഘവൻ്റെ കരിയറിലെ വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതുപോലെ എനിക്ക് തോന്നിയത് വിജയരാഘവൻ്റെ ആക്ടിങ് പൊട്ടൻഷ്യൽ കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ അപ്പുപിള്ള എന്ന് പറയുന്നത്. ബ്രില്യൻറ്റ് ആക്ടിങ് തന്നെയാണ്. അപ്പോൾ വിജയരാഘവൻ്റെ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്തിരിക്കുന്നതിൽ ഒരു ലൂപ്പ് ഹോള്, ഈ സിനിമയുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു ലൂപ്പ് ഹോള് നമുക്കൊന്ന് നോക്കാം. അപ്പുപിള്ളയുടെ ഒരു മുറി എന്ന് പറയുന്നത് അപ്പുപിള്ളയുടെ ബ്രെയിനാണ്. എല്ലാ സംഭവങ്ങളും എല്ലാ റെഫറൻസുകളും വളരെ കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്ത് കൃത്യമായിട്ട് വെച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ ആളൊരു പെർഫെക്ഷനിസ്റ്റാണ്. അതുപോലെ തന്നെ ഒരു കാര്യത്തിലും ഒരു മിസ്സിങ്ങും വരരുത് എന്ന് നിർബന്ധമുള്ള, മറ്റുള്ളവർ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തം ഈഗോ ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റും, അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒരു പെർഫെക്ഷനിസ്റ്റ് പോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് സിനിമ കാണിക്കുന്നത്. അപ്പുപിള്ളയുടെ ഒരു ഡെയിലി ആക്ടിവിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതായത് രാവിലെ എഴുന്നേറ്റ് ഒരു ഈവനിങ് വരെ ഈ മനുഷ്യൻ ചെയ്യുന്നത് അപ്പുപിള്ളയെ ബോധറിയിക്കുന്നൊരു സംഭവമുണ്ട്. അപ്പുപിള്ളയ്ക്ക് ഒരിക്കലും ഒരു പസിൽ പോലെ അപ്പുപിള്ളയുടെ ലൈഫിൽ നിൽക്കുന്നതും വളരെയധികം ഇമോഷണലി മോറലിയൊക്കെ വറി ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവം. അപ്പോൾ രാവിലെ മുതൽ ഈ സംഭവത്തിൻ്റെ കണക്റ്റിംഗ് ദ ഡോട്ട്, എല്ലാ റെഫറൻസ് പോയിൻറ്റ്സും വെച്ച് വീണ്ടും വായിച്ച് വീണ്ടും റീഅഷർ ചെയ്ത് ചെക്ക് ചെയ്ത് ഇതിൻ്റെ കണക്റ്റിംഗ് ഡോട്ട്സാണ് അപ്പുപിള്ളയുടെ ഒരു ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, എനിക്ക് ഈ സിനിമയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു എലമെൻറ്റും കൂടിയാണിത്. അതായത് അപ്പുപിള്ള എനിക്ക് മനസ്സിലാവാത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇതിൽ ഒരു സ്ക്രിപ്റ്റിൻ്റെ പ്ലേ അല്ലെങ്കിൽ അപ്പുപിള്ളയുടെ വിജയരാഘവൻ ആക്ട് ചെയ്ത ന്യൂവാൻസ് നമ്മളിലേക്ക് കൊണ്ടുവരുന്നൊരു വളരെ ഫ്രഷ് ആയിട്ടുള്ളൊരു എലിമെൻ്റ് ഉണ്ട്. അതായത് ഈ ഒരു സംഭവത്തിൻ്റെ എഡ്ജ് വരെ എത്തിയിട്ട് അടുത്തത് എന്ത് സംഭവിച്ചു എന്നത് അറിയാത്തതാണോ, അതോ ഈ ഒരു സംഭവം എന്താണ് ഇതിൻ്റെ ട്രൂ റിയാലിറ്റി എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് എത്തുമ്പോൾ ഇതാണ് ഞാനിത് ചെയ്തത് എന്നുള്ള റിയാലിറ്റി ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അപ്പുപിള്ള ആ റിയാലിറ്റീനെ ഓൾട്ടർ ചെയ്യുന്നതാണോ എന്നൊരു ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ലൂപ്പ് ഈ ക്യാരക്ടറിലുണ്ട്. പക്ഷേ ഇങ്ങനെ ജീവിക്കുന്ന അപ്പുപിള്ള, അതായത് എല്ലാ ദിവസവും തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഈ ഒരു സെർച്ചിൻ്റെ പുറത്താണ്. ഇങ്ങനെ ജീവിക്കുന്ന അപ്പുപിള്ള അജയനോട് പറയുന്നുണ്ട്, എനിക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ട റിയാലിറ്റികളിൽ ജീവിക്കാൻ പറ്റുന്നത് എൻ്റെ ഒരു ബ്ലെസ്സിങ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യന് അതൊരു ബ്ലെസ്സിങ് ആയിരിക്കുമോ എന്നൊരു ഡൗട്ട് എനിക്ക് വന്നു. ശരിയാണോ എന്നറിയില്ല, പക്ഷേ എന്നെ വളരെയധികം അപ്സെറ്റ് ചെയ്തിട്ടുള്ള എന്നെ വളരെ സ്ട്രൈക്ക് ചെയ്തൊരു പോയിൻ്റാണ്. എന്തായാലും അതൊരു ലൂപ്പ് ഹോൾ പോലെ, സ്ക്രിപ്റ്റിലെ ലൂപ്പ് ഹോളാണോ, ശ്രദ്ധിക്കാതെ പോയതാണോ, അതോ അതാണ് ഈ സ്ക്രിപ്റ്റിൻ്റെ പ്രശ്നം ഏതായിട്ട് ഞാൻ കാണുന്നത്. അതായത് സ്ക്രിപ്റ്റ് ഒരു ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്യുന്നതിൽ സ്ക്രിപ്റ്റ് ശ്രദ്ധിച്ചിട്ടില്ല. സ്ക്രിപ്റ്റ് കോൺവെർസേഷൻ വഴി ഹിൻഡ് കൊടുത്ത് ക്യാരക്ടേഴ്സിനെ ഡെവലപ്പ് ചെയ്ത് പോകാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഈ ക്യാരക്ടേഴ്സിൻ്റെ എല്ലാ ആസ്പെക്ട്സും ഈ സിനിമയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യുന്ന ആസ്പെക്ട്സിനെ അനുസരിച്ചിട്ടാണോ സ്ക്രിപ്റ്റ് അടുത്ത ഒരു സീനിൽ ഈ ക്യാരക്ടേഴ്സിനെ പ്രസൻറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ഡിസ്കണക്റ്റ് ഈ സ്ക്രിപ്റ്റിനില്ലേ എന്നൊരു സംശയം എനിക്കുണ്ട്. കിഷ്കിന്ധാകാന്ഡത്തിലെ ഈ 3 ക്യാരക്ടേഴ്സിനെ ഒരുമിച്ച് നിർത്തുന്നൊരു ഫാക്ടർ എന്താണെന്നറിയാം, അത് ഈ റിയാലിറ്റി ലൂപ്പാണ്. ഇപ്പോൾ അജയൻ്റെ ക്യാരക്ടർ എടുത്ത് നോക്കാം. ആസിഫ് അലി വളരെ സട്ടിലായിട്ട് കുറച്ച് ഇമോഷണലി ഇൻവോൾവ് ചെയ്തുകൊണ്ട് ചെയ്തിട്ടുള്ളൊരു ക്യാരക്ടറാണ് അജയൻ. അജയൻ്റെ കറണ്ട് റിയാലിറ്റി അജയന് ഇഷ്ടമുള്ള റിയാലിറ്റി ആണോ?
അല്ല, അയാളുടെ ലൈഫിൽ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റിൻ്റെ പുറത്ത് ഓൾട്ടർ ചെയ്യപ്പെട്ട ഒരു റിയാലിറ്റിയിലാണ് അയാൾ ജീവിക്കുന്നത്. അത് അയാളുടെ ട്രൂ സെൽഫിനെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യുന്നൊരു സംഭവമാണ്. ഇനി അതിലേക്ക് റിട്ടേൺ ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ സ്ക്രിപ്റ്റ് ലാസ്റ്റ് ഷോട്ടിൽ തരുന്ന ഹിൻഡ് അതിപ്പോഴും ഫിക്സ്ഡ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ അജയിൻ്റെ ട്രൂ സെൽഫാണ് അപർണയുടെ ഒരു ഡിസൈഡ് റിയാലിറ്റി. അതാണ് അപർണയുടെ ലൈഫിനെ ലൈറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപർണ ഒരു ഷെർലക് ഹോംസ് ആവുന്നത്. അപ്പോൾ അപർണയും ഇവിടെ ചെയ്യുന്നത് എന്താണ്? ഇപ്പോൾ ഉള്ള കറണ്ട് റിയാലിറ്റി അത് ഓൾട്ടർ ചെയ്യാനാണ് അപർണയും ശ്രമിക്കുന്നത്. കാരണം അപർണ ഇവിടെ വന്നിരിക്കുന്നത് വെക്കേഷന് വേണ്ടിയിട്ടല്ല. ഷി വാണ്ട്സ് ബി പാർട്ട് ഓഫ് ദിസ് ഫാമിലി. അതാണ് അപർണയുടെ ഒരു റിയാലിറ്റി. അപർണയുടെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു റിയാലിറ്റി അതാണ്. ഇനി ഈ സിനിമയുടെ ഫൈനൽ ഷോട്ടിലേക്ക് നമുക്ക് പോകാം. അതായത് ഇത്രയും സമയം ഒരു ടെമ്പോ ബിൽഡ് ചെയ്ത് ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് ഓഡിയൻസിനെ റീറ്റെയിൻ ചെയ്ത് സിനിമ അവിടം വരെ എത്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് കഴിഞ്ഞ് എനിക്ക് ഒരു പറ്റിയൊരു സംഭവം ഈ എൻഡിലെ ഈ ഷോട്ടിൽ എനിക്ക് ഈ ക്യാരക്ടേഴ്സിനെയോ ആ ഇൻസിഡൻറ്റിനെയോ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയില്ല. എനിക്കൊരു പഞ്ച് ഫീലും അതിൻ്റെ എക്സിക്യൂഷനിൽ കിട്ടിയില്ല. മേ ബി ഇതിന് മുൻപ് ഇതിൻ്റെ പ്രീവിയസ് ഒരു അജയൻ്റെ ഒരു പ്രീവിയസ് ലൈഫ് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റിൽ ഒരു നിലയ്ക്കും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഫീൽ ഉണ്ടായത്. പക്ഷേ ഇതേ ജോൺറയിൽ വന്ന ആർക്കറിയാം എന്ന് പറഞ്ഞൊരു പടം, അതിൽ എനിക്ക് പാർവതി ആ ഒരു സംഭവം പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഷോക്ക്ഡായിപ്പോയി. ഒരു പ്ലസൻ്റ്ലി ഷോക്ക്ഡ് എന്നാണോ പറയേണ്ടത്, അതോ ഒരു ശരിക്കും ഒരു ഞെട്ടലാണോ വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വല്ലാതെ ഒരു ജേർക്ക് ചെയ്തു പോയി ഞാൻ ആ ഒരു ഷോട്ട് കണ്ടപ്പോൾ. അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് ഈ സിനിമയുടെ ഈ ഷോട്ടിൽ കിട്ടിയില്ല. പിന്നെ ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഷോട്ടിന് ഏറ്റവും ഫൈനൽ ഷോട്ട് സിനിമ ഒരു മിസ്റ്ററിയുടെ ഒരു സ്വഭാവം കളഞ്ഞു. കാരണം നമുക്ക് ഈ എല്ലാ ഡീറ്റെയിൽസും നമ്മൾക്ക് എത്തിക്കുന്നത് അപർണ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ശരിക്കും അപർണയുടെ ആംഗിളിലാണ് ഈ സിനിമ ശരിക്കും കാണേണ്ടത്. അപ്പോൾ അപർണയെ കൊണ്ട് തന്നെ നമുക്ക് ഓഡിയൻസിനെ കൃത്യമായിട്ട് അറിയുന്ന ഒരു കാര്യം വോയിസ് ഓവർ ചെയ്യിക്കാതെ ഈ സംഭവങ്ങളൊന്നും അറിയാതെ ഇരിക്കുന്ന ഒരു ക്യാരക്ടർ കമ്പാർട്ട്മെൻറ്റിലുണ്ടല്ലോ, ആളെ കൊണ്ട് എന്തെങ്കിലും സംസാരിപ്പിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി അതൊരു നല്ല ഒരു എൻഡിങ് ആവുമായിരുന്നു എന്നെനിക്ക് തോന്നി. എന്തായാലും കിഷ്കിന്ധാകാന്ഡം ഞാൻ കണ്ടുപോയി ഇങ്ങനെയൊക്കെയാണ്. എന്തായാലും നിങ്ങൾ ഒരുപാട് ആളുകൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങളെങ്ങനെയാണ് ഈ സിനിമ കണ്ടതെന്നൊന്ന് എന്നോട് പറയുക. നമുക്ക് വേറൊരു സിനിമയ്ക്കായിട്ട് അടുത്ത് തന്നെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.